നിങ്ങൾ കേട്ടിട്ടില്ലേ? സെയ്ദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു ഒരു യഹൂദിയായിരുന്നു. ആ സെയ്ദ് യഹൂദിയായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആദ്യം ഒരു യഹൂദിയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പൂർവകാല ഗ്രന്ഥങ്ങളിൽ കണ്ട ലക്ഷണങ്ങൾ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ വന്നു. ലക്ഷണങ്ങളെല്ലാം പ്രകടമായി കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. ആ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട് സെയ്ദ് ഇബ്നു സഅന ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കണോ ഒരു സംഭവം? ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പൂർവകാലങ്ങളിലുള്ള തൗറാത്ത്, ഇഞ്ചീൽ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട ലക്ഷണങ്ങളൊക്കെ ഈ നബിയാണെന്ന് പറഞ്ഞു വന്ന ആൾക്ക് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം എന്ന് ഞാൻ ഒന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് പോയി മുഖം ഒന്ന് നന്നായി നോക്കി. വല്ലാത്തൊരു മുഖം, അവിടുത്തെ മുഖത്തുകൂടി സൂര്യൻ ഇങ്ങനെ കറങ്ങുകയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നുമാറ് വല്ലാത്ത പ്രകാശമുള്ള മുഖമാണെന്ന് സഹാബത്ത് വിവരിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ ബഹുമാനം പറയാനുമാണ്. ഈ പരിപാടി സംഘടിപ്പിച്ചവർ അധ്വാനിച്ചത് അതിനാണ്. ആ ശറഫാക്കപ്പെട്ട മുഖം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. മുഖത്തുകൂടി സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നുവെന്ന് തോന്നും. ആ രൂപത്തിലുള്ള വല്ലാത്ത പ്രകാശമുള്ള മുഖം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് എന്ന് ഞാൻ നന്നായി ആ ശരീരമൊന്ന് നോക്കിയപ്പോൾ അതാ ഇന്നഹു ലം യബ്ഖ മിൻ അലാമാത്തിൻ നുബുവത്തി ശൈഉൻ ഇല്ലാ വഖദ് അറഫ്തുഹു ഫീ വജ്ഹി മുഹമ്മദിൻ ഹീന നദർതു ഇലൈഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഞാൻ നോക്കിയപ്പോൾ നബിയാണെന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു. എല്ലാ ലക്ഷണവും തികഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ട് കാര്യം എനിക്ക് കാണാൻ സാധിച്ചില്ല. രണ്ട് കാര്യം ഞാൻ കാണുന്നില്ല. എന്താ കാണാത്തത്? അത് കാണുന്ന സംഗതിയല്ല, അത് അനുഭവിക്കേണ്ട സംഗതിയാണ്. കാണുന്ന സംഗതിയല്ലേ കാണിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ, അത് അനുഭവിക്കേണ്ട കാര്യമാണ്. അതെന്താണത്? പൂർവകാല ഗ്രന്ഥങ്ങളിൽ മുഴുവനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമയെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഫഖന്നബീനാ ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാലുഹു ഫീ ഇൽമിൻ വലാ കറമി. ചൊല്ലിക്ക മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എന്തുകൊണ്ടും റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ നമ്മൾ ഒരൊറ്റ സലാത്ത് അങ്ങ് ചൊല്ലിയാൽ, ഒരു മൗലായ ചൊല്ലിയാൽ, ഏത് സലാത്ത് ചൊല്ലിയാലും ഒരൊറ്റ സലാത്തിന് 10 ഗുണം അല്ലാഹു നമുക്ക് തരും. അപ്പൊ സലാത്ത് എത്ര വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രയും വർദ്ധിപ്പിക്കേണ്ടതാണ് സഹോദരന്മാരെ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ. എന്താണ് അതിന്റെ അർത്ഥം? മൗലായ, എന്റെ സംരക്ഷകനായ അല്ലാഹ്,
എന്റെ രക്ഷാധികാരിയായ അല്ലാഹ് സല്ലി വസല്ലിം ദായിമൻ അബദാ, എപ്പോഴും സുസ്ഥിരമായി നീ ബഹുമാനാദരവോടെ നീ അനുഗ്രഹം നൽകണേ, നീ സമാധാനം നൽകണേ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക്, നിന്റെ പ്രിയപ്പെട്ട നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിന്റെ പ്രിയപ്പെട്ടവരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ആദരവോടെ സ്നേഹത്തോടെ സമാധാനവും അനുഗ്രഹവും ചൊരിയണേ. ഖൈരിൽ ഖൽഖി കുല്ലിഹിമി, നിന്റെ ഹബീബായ നബി ഞങ്ങളെപ്പോലെയല്ല, ആരെപ്പോലെയും അല്ല. ഖൈരിൽ ഖൽഖി കുല്ലിഹിമി, എവിടെയെല്ലാം നിനക്ക് എന്തെല്ലാം സൃഷ്ടികളുണ്ടോ, മലക്കുകളാണെങ്കിലും ശരി, കഅബ ശരീഫാണെങ്കിലും ശരി, നിന്റെ ഏത് സൃഷ്ടിയാണെങ്കിലും ശരി, ഏത് സൃഷ്ടിയെക്കാളും അതാ ഏറ്റവും ഖൈറായവർ, ഏറ്റവും ഉത്തമരായവർ, ഏറ്റവും മഹാനായവർ നിന്റെ ഹബീബായ നബിയാണ് അല്ലാഹ്. സഹോദരന്മാരെ, ഈ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി, അതിന്റെ അർത്ഥമാണത്. അത് നമ്മൾ പഠിക്കണം. ചില ആളുകളോട് മൗലായ എല്ലാം പറഞ്ഞാൽ അവർ ചൊല്ലൂല. ഹേയ് മൗലായ ചെല്ല നമ്മളില്ല. എന്തേ മൗലായ എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലായ ജില്ല എന്ന് പറഞ്ഞാൽ കാഫറാകാന്ന് അതിന്റെ അർത്ഥം, അല്ലെ മൗലായ ജില്ലാനെ കറാഹത്താന്ന് അതിന്റെ അർത്ഥം. എന്താ ഈ മൗലായ എന്ന് പറഞ്ഞാൽ ഇതെന്താ പറയുന്നത് നമ്മൾ പഠിക്കണം. അറിവില്ലാത്തത് കൊണ്ടല്ലേ അത്തരം വിഷയങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നത്. അള്ളാഹുവിനെ വിളിക്കുകയാണ് മൗലായ, എന്റെ സംരക്ഷകനായ അല്ലാഹ്. പിന്നെ ആരെയാ വിളിക്കേണ്ടത്? സല്ലി വസല്ലിം ദായിമൻ അബദാ, എന്നും എപ്പോഴും സുസ്ഥിരമായി അല്ലാഹുവേ നീ മഹത്തായ അനുഗ്രഹം ചൊരിയണം, നീ ആദരവോടെ സ്നേഹത്തോടെ അനുഗ്രഹിക്കണം, നീ സമാധാനം നൽകണം. ആർക്ക്? നിന്റെ പ്രിയപ്പെട്ടവരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഖൈറുൽ ഖൽഖി കുല്ലിഹിമി, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികളിലും ഉത്തമരായവരാണ്. അത് ചിലർക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് എല്ലാം മടി. റസൂലുള്ളാഹിന്റെ ബഹുമാനം പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൃഷ്ടിപ്പും അവിടുത്തെ സ്വഭാവവും അത് ഏറ്റവും വലുതാണ്. അതിലേക്ക് ഇപ്പം വിശദമായി കടക്കുന്നില്ല. അവിടുത്തെ സൃഷ്ടിപ്പ് വേറെ ആർക്കുമില്ലാത്ത വിധത്തിലുള്ള ഭംഗിയും ആർക്കുമില്ലാത്ത വിധത്തിലുള്ള സവിശേഷതകളുമാണ്. അതുകൊണ്ടാണ് ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞത്, فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي. മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തെ സംബന്ധിച്ച് എത്രയും നീ പുകഴ്ത്തി പറഞ്ഞു, പറഞ്ഞാൽ കുറഞ്ഞു പോവുകയല്ലാതെ കൂടിപ്പോവുകയില്ല. അവിടുത്തെ ബഹുമാനം നീ എത്രയും ചേർത്ത് പറഞ്ഞു, പറഞ്ഞാൽ കൂടിപ്പോവുകയില്ല. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي. جلك مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ അവരുടെ നബിയായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ നീ
ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അവിശ്വാസികളായ ക്രൈസ്തവർ അവരതാ പറഞ്ഞു കളഞ്ഞു, ചിലര് അല്ലാഹുവാണ് ഈസാ എന്ന് പറഞ്ഞു, യേശുക്രിസ്തു അള്ളയാണെന്ന് പറഞ്ഞു, സാക്ഷാൽ ദൈവമാണെന്ന് പറഞ്ഞു. അങ്ങനെ നീ പറയണ്ട, അള്ളയാണെന്ന് നീ ആരെപ്പറ്റിയും പറയാൻ പാടില്ല. അവരിൽ ചിലർ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു, അതുപോലെ നീ ആരെക്കുറിച്ചും പറയണ്ട. 3 ദൈവങ്ങളിൽ ഒരു മെമ്പറാണെന്ന് പറഞ്ഞു ചിലര്, ഇന്നല്ലാഹു വസാലിസു സലാസ, അങ്ങനെ പറഞ്ഞു, നീ അങ്ങനെയും പറയണ്ട. ക്രിസ്ത്യാനികൾ ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവീകമായ ഒന്നും നീ മുഹമ്മദ് നബിയിൽ കെട്ടിവെക്കണ്ട. ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവാവതാരമല്ല, ദൈവത്തിന്റെ മകനല്ല. അതേ സമയത്ത് നീ മനസ്സിലാക്കണം, അത് പറയാത്ത നിലക്ക് നിനക്ക് എന്തെല്ലാം ബഹുമാനം പറയാൻ കഴിയുമോ നീ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ മഹത്വം തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹ് സാധിപ്പിച്ചെങ്കിൽ നാളെ ഞാൻ അതിലേക്ക് കുറെ കടക്കാം. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് സ്വഭാവത്തെക്കുറിച്ച് മാത്രം ഒരു ഉദാഹരണം പറയുകയാണ്. ശരീരത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എല്ലാ ലക്ഷണങ്ങളും ഒത്ത നേതാ നബി തന്നെ. പക്ഷേ 2 കാര്യം ഞാൻ കണ്ടില്ലെന്നല്ലേ സെയ്ദ് ഇബ്നു ഹുസൈന പറഞ്ഞത്. എന്താ കാരണം? അദ്ദേഹം പറയുകയാണ്, അത് നോക്കിയാൽ കാണുന്ന കാര്യമല്ല, അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. സ്വഭാവമാണ് വിഷയം. സ്വഭാവം മുഖത്ത് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് കാണാം, കണ്ടാ നല്ല ഭംഗിയുള്ള ചില മനുഷ്യന്മാര് സ്വഭാവം വളരെ മോശമായിരിക്കും. അതേ സമയത്ത് കണ്ടാല് ഒരൊറ്റ മനുഷ്യൻ മുഖത്ത് നോക്കുവാൻ തോന്നൂല. അങ്ങനെ കറുത്തിരുണ്ട് ഒരാളും തിരിഞ്ഞു നോക്കാത്ത രൂപത്തിൽ ഒരു മനുഷ്യനായ ചിലപ്പോൾ അയാളുടെ സ്വഭാവം വളരെ നല്ലതായിരിക്കും. ഇത് നമ്മൾ തന്നെ അനുഭവത്തിൽ മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോ ശരീരത്തിന്റെ ഭംഗി ഒന്ന് വേറെയാണ്, സ്വഭാവത്തിന്റെ മഹിമയൊന്ന് വേറെയാണ്. സ്വഭാവം മുഹമ്മദ് നബിയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയൂലല്ലോ. അപ്പൊ ഞാനെന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാൻ, പിന്നെ റളിയല്ലാഹു അൻഹു ആയതാണ്, അന്ന് റളിയല്ലാഹു അൻഹു അല്ല, അന്ന് യഹൂദിയാണ്. സെയ്ദ് ഇബ്നു സഅദ് പറയാണ്, ഞാൻ അതൊന്ന് പരിശോധിക്കണം എന്ന് എനിക്ക് തോന്നി. എന്താണ് ഞാൻ പഠിച്ചത്? അവസാനം വരുന്ന നബിയെ സംബന്ധിച്ച് ഞാൻ പൂർവ്വകാല ഗ്രന്ഥങ്ങളിൽ പഠിച്ചത് എന്താണ്? അവസാനം വരുന്ന ആ നബി കോപത്തെ മുൻകടക്കുന്ന സഹനമാണ്. കോപത്തെ മുൻകടക്കുന്ന സഹനം. എത്ര ദേഷ്യം പിടിക്കേണ്ട സംഗതി ആര് ചെയ്താലും ദേഷ്യം പിടിക്കൂല, അപ്പൊ പുഞ്ചിരിക്കും. സഹനമാണ്. ആ ചെയ്തവന്, ഇങ്ങോട്ട് തെറ്റ് ചെയ്തവന് അങ്ങോട്ട് എന്തെങ്കിലും നല്ല ചെയ്തു കൊടുക്കണം എന്ന് പറയും. അങ്ങനെ കോപത്തെ മറികടക്കുന്ന സഹനം, അതാണ് അവസാനം വരുന്ന നബിക്ക് എന്ന് ഞാൻ പൂർവ്വകാല ഗ്രന്ഥങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അത് മുഖത്ത് നോക്കിയാൽ മനസ്സിലാവില്ലല്ലോ. ഞാനതൊന്ന് പരിശോധിക്കണമെന്ന് മനസ്സിലാക്കി. അതിന് ഞാൻ എന്താ ചെയ്തത്? ഒരാളെ സ്വഭാവം ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഒന്നുകിൽ അയാളുമായിട്ട് ബിസിനസ് നടത്തണം, കച്ചവടം നടത്തണം, അല്ലെങ്കിൽ കൂടി യാത്ര ചെയ്യണം, അല്ലെങ്കിൽ കൂടി ജീവിക്കണം. അങ്ങനൊക്കെ ആകുമ്പോൾ ഒരാളെ സ്വഭാവം നല്ല എന്ന് മനസ്സിലാക്കി. ഒറ്റൊരു ദിവസം ഒരാളെ കണ്ടിട്ട് മൂപ്പര് നല്ല കട്ടൻ ചായമായി തന്നു, ബിരിയാണിയുമായി തന്നാൽ ചിലപ്പോൾ നമുക്ക് നല്ല മനുഷ്യനാണ്. പിന്നെ ഒരു വിഷയത്തിൽ അയാളായിട്ട് ഇടപെട്ട് നോക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഇയാൾ ഇത്ര മോശമാണോ എന്ന് പിന്നെ മനസ്സിലാകല്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ മനുഷ്യനുണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ നേതാവ് ശരിയായ നേതാവാണോ, നബിയാണോ എന്ന് പരിശോധിക്കാൻ ഞാൻ മുഹമ്മദുമായി ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുഹമ്മദുമായി എന്ന് അദ്ദേഹത്തിന്റെ അന്നത്തെ ഭാഷ സംസാരിച്ചതാണ്. നമ്മൾ ആ പേര് കേൾക്കുമ്പോഴൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. ഞാൻ ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടു. എന്താണ് കച്ചവടം? ഒരു കാരക്ക കച്ചവടം. ഞാനിപ്പോൾ സംഖ്യപൂർണമായി അങ്ങ് തരും മുഹമ്മദേ, നീ ഇന്ന ഒരു അവധിക്ക് എനിക്ക് കാരക്ക തരുമോ? കാരക്ക കൊടുക്കാൻ അവധി, സംഖ്യ ഇപ്പൊ തന്നെ റൊക്കം. അങ്ങനെയുണ്ടല്ലോ പഴയ കാലത്തൊക്കെ ചില ആളുകൾ പൈസ ഇപ്പൊ തന്നെ അങ്ങോട്ട് കൊടുത്തു, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന മാസത്തിൽ നല്ല 1-ാം നമ്പർ വയനാടൻ കുരുമുളക് 10 കിൻഡൽ
തരും എന്ന് പറഞ്ഞിട്ട് പൈസ ഇപ്പം തന്നെ വാങ്ങി അയാളെ ഉപയോഗം എടുത്ത് 10 കിൻഡൽ കുരുമുളക് ആ സമയത്ത് കൊണ്ട് കൊടുത്തു. അങ്ങനെ മുളക് കൃഷിക്കാരായ പലരും ചെയ്യാറുണ്ട്. കൊടകിലൊക്കെ സാധാരണ നടക്കുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെ കുരുമുളക്. ചില ആളുകൾ പൈസ അന്നേരം തന്നെ വാങ്ങി ഇത്ര കിൻഡൽ കുരുമുളക്, ആ കുരുമുളക് ഇന്ന മാസത്തിൽ തരും, സംഖ്യ ഇപ്പം തന്നെ കൊടുക്കും. അങ്ങനെ പഴയ കാലത്ത് നടക്കുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാരക്ക വാങ്ങി അതിന് പ്രത്യേകം ഒരു അവധി നിശ്ചയിച്ചു. സംഖ്യ പൂർണ്ണമായി ഇപ്പൊ തന്നെ ഞാൻ കൊടുത്തു. അതിനൊരു അവധി നിശ്ചയിച്ചു. ഞാൻ എന്ത് ചെയ്തു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പരിശോധിക്കലാണല്ലോ ലക്ഷ്യം. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവധിയാകുന്നതിന്റെ 2 ദിവസം മുമ്പ്, ഔസലാസത്തിന്റെ 3 ദിവസം മുമ്പ് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിൽ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്തു അറിയോ? ഒറ്റ അക്ഷരവും പറയാതെ നേരെ ഞാൻ അവധിക്ക് ഇനിയും 2 ദിവസം ഉണ്ടല്ലേ 3 ദിവസം ഉണ്ട്, ഞാൻ നേരെ പോയിട്ട് എന്താ ചെയ്തു അറിയോ? കുപ്പായത്തിന്റെ കോളറ ശരിക്കും മുറുക്കി പിടിച്ചു. അവധി ഇനിയും 2 ദിവസം അവധി ഉണ്ട്. ഇപ്പൊ പോയിട്ട് കുപ്പായത്തിന്റെ കോളറ അടക്കി മാറി കെട്ട് പിടിച്ചിട്ടോ വലനർത്തു ഇലൈഹി ബിവജ്ഹിൻ ഖലീദ്, ഞാൻ തുറിച്ചൊരൊറ്റ നോട്ടം മുഹമ്മദിന്റെ മുഖത്തേക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് ഞാൻ തുറിച്ചൊരൊറ്റ നോട്ടം. സുമ്മ ഖുൽതു, പിന്നെ ഞാൻ പറഞ്ഞു, അലാ തഖ്ലിയ മുഹമ്മദ് ഹഖി, എനിക്ക് തരാനുള്ളത് തരുന്നോ മുഹമ്മദേ? മാറും പിടിച്ചിട്ടാ ചോദിക്കുന്നത്. അവധി എത്തിയില്ലല്ലോ, അവധി ഇനിയും 2 ദിവസം ഉണ്ട്, 2 ദിവസം അവധി ബാക്കിയുണ്ട്. അപ്പോഴാ ഞാൻ പോയിട്ട് ഒരക്ഷരവും പറയാതെ കുപ്പായത്തിന്റെ കോളറയും പിടിച്ച് ചോദ്യാണ്, എന്റെ അവകാശം തരുന്നോ മുഹമ്മദേ? ഫവല്ലാഹി ഇന്നക്കും യാ ബനി അബ്ദുൽ മുത്തലിബിൽ ലമുതലുൻ, നിങ്ങൾ ഈ അബ്ദുൽ മുത്തലിബിന്റെ മക്കളുണ്ടല്ലോ, നിങ്ങൾ പണ്ട് എന്നെ വാങ്ങിയ ശരിക്ക് കൊടുക്കാത്തവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പച്ച കള്ളം പറഞ്ഞതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തറവാട് വല്ലാത്ത അഭിമാനമുള്ള തറവാടാണ്. ആ തറവാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അതാ അപമാനത്തിന് കാരണമാകുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതായി തെളിയിക്കാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ആ ധൈര്യത്തോടെ അതാ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, യുദ്ധം, ശക്തിയായ യുദ്ധം നടക്കുമ്പോ ശത്രുക്കളുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞത് എന്താണ്? അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്, അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്, ഞാൻ നബിയാണ്, അത് സത്യമാണ്, അത് കളവല്ല. അനബ്നു അബ്ദിൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. ഞങ്ങൾ അഭിമാനത്തോടെ ജീവിക്കുന്ന തറവാട്ടുകാരാണ്. ഞങ്ങൾ നിങ്ങളുടെ വാളും കുന്തവും കണ്ടിട്ട് അതാ തിരിഞ്ഞോടുന്ന കമ്പനിയല്ല കേട്ടോ. ഞാൻ സത്യത്തിന് വേണ്ടി പടപൊരുതുന്നവനാണ്, സത്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാണ്. എനിക്ക് നിങ്ങളോട് ശത്രുതയില്ല. എനിക്ക് അസത്യത്തോടാണ് ശത്രുത, അനീതിയോടാണ് ശത്രുത, എനിക്ക് അഹങ്കാരത്തോടാണ് വെറുപ്പ്, എനിക്ക് അസൂയയോടാണ് വെറുപ്പ്, വ്യക്തികളോടല്ല. എനിക്ക് തെറ്റായ സിദ്ധാന്തങ്ങളോടാണ് വെറുപ്പ്, തെറ്റായ ആശയങ്ങളോടാണ് വെറുപ്പ്. ആ ആശയങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ. ഞാനതാ അങ്ങനെ പിന്തിരിഞ്ഞോടുന്നവരല്ല. അനന്നബിയു ലാ കദിബ്, ഞാൻ നബിയാണ്, ഞാൻ കള്ളം പറയുന്നവനല്ല. അനബ്നു അബ്ദിൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. പറഞ്ഞ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇപ്പൊ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയും ഉമ്മയും മുപ്പാപ്പാരൊക്കെ വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഞാൻ അവരെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും ഭാഗ്യമില്ലാത്ത ദൗർഭാഗ്യവന്മാർ സഹോദരന്മാര്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിൽ അബൂജഹലിന്റെ കമ്പനിയെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന് പറയുമ്പോ അപ്പുറത്തുനിന്ന് മുശ്രിക്കുകൾ പറയൂലേ, അയാൾ നമ്മളാളായിരുന്നു, അയാൾ നമ്മളാളായിരുന്നു, നിങ്ങൾ വലിയ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് അള്ളാഹു റസൂലിനോട് അപ്പം തന്നെ പറയൂലേ മുശ്രിക്കുകൾ? പക്ഷേ മുശ്രിക്കുകൾ അത് പറയുന്നില്ലല്ലോ. ഇരിക്കട്ടെ, അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ വളരെ മാന്യമായി ജീവിച്ചവരാണ്, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ സെയ്ദ് ഇബ്നു സൈന പറയാണ്, എനിക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, എന്റെ ലക്ഷ്യം എന്താ? മുഹമ്മദിനെ ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളതാണ്.
എന്റെ ലക്ഷ്യം മുഹമ്മദിനെ ദേഷ്യം പിടിപ്പിക്കാനുള്ളതാണ്. കാരണം ഇത് നബിയാണോ എന്ന് പരിശോധിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ അതിനാണ് അവധിയെത്തുന്നതിന്റെ 2 ദിവസം മുമ്പ് അല്ലെ 3 ദിവസം മുമ്പ് ഞാൻ പോയിട്ട് കുപ്പായത്തിന്റെ കോളർ അടക്കി കെട്ടി പിടിച്ചിട്ട്, മുഹമ്മദെ ഇപ്പൊ തരണം എന്റെ കാരക്ക, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ മുമ്പ് തന്നെ വാങ്ങിയാ കൊടുക്കാത്തവരാണ്, നിങ്ങളുമായി ഇടകലർന്നിട്ട് എനിക്കറിയാം വിവരം എന്ന് ഞാൻ പച്ച കള്ളം പറഞ്ഞത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ദേഷ്യം പിടിക്കാൻ വേണ്ടിയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി. ഞാനിതങ്ങ് പറയുമ്പോ സമീപത്ത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് ഒരൊറ്റ അട്ടഹാസമാണ്. എടാ അല്ലാഹുവിന്റെ ശത്രു, അതഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അസ്മഉ, നീ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടത്? ഫവല്ലാഹി ലൗലാ മാ ഉഹാദിറു ഫൗതഹു ലളറബതു ബിസൈഫി റസക, ഞാൻ എന്റെ ഈ വാള് കൊണ്ട് നീ തോന്നിവാസം കാണിച്ചിട്ട് ഈ തോന്നിവാസം പറഞ്ഞ നിന്നെ എന്റെ വാള് കൊണ്ട് ഒരൊറ്റ വെട്ടിന് 2 കഷ്ണമാക്കുമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്താണെന്നറിയോ? നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായത്തിന്റെ കോളറയും പിടിച്ചിട്ട് നബിന്റെ അടുത്താണുള്ളത്, ഞാൻ വെട്ടുമ്പോ തങ്ങളെ തട്ടിപ്പോവും. ഞാൻ നിന്നെ വാളുകൊണ്ട് വെട്ടുമ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തട്ടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെട്ടാത്തത്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പുഞ്ചിരിച്ചുകൊണ്ട്, പുഞ്ചിരി തൂകിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്. എന്താ പറയുന്നത്? അന വഹുവ കുന്നാ അഹ്വജ ഇലാ ഗൈരി ഹാദാ മിൻക യാ ഉമർ. ഉമറേ, ഞാനും എന്റെ കോളറ പിടിച്ചിട്ടുള്ള ഈ സെയ്ദും ഞങ്ങൾ രണ്ടാളും ഈ വാളല്ലല്ലോ ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾക്ക് ഇതിനേക്കാൾ ആവശ്യമായ സംഗതി നിങ്ങൾ പറയുകയും ചെയ്യുകയുമല്ലേ ഉമറേ വേണ്ടത്. നിങ്ങൾ വാളെടുത്തിട്ട് ഭീഷണിപ്പെടുത്തുന്ന നിങ്ങള് ഇതിനേക്കാൾ ആവശ്യമായത് എനിക്കും ഈ സെയ്ദിനും നിങ്ങൾക്ക് തന്നുകൂടെ ഉമറേ? ഇത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പറയുകയാണ്, ഉമറേ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യമാണ് ഉമറേ. ഒന്ന്, എന്നോട് നിങ്ങൾ പറയാ, നബിയെ സംഗതി അവധി 2 ദിവസം കൂടി ഉണ്ട്, ഇയാള് വന്ന് ചോദിച്ച കോലൊന്നും ശരിയല്ല, എന്നാലും ഏതായാലും കൊടുക്കാനുള്ളതല്ലേ, അത് നമ്മൾ ഇപ്പൊ തന്നെ അങ്ങ് കൊടുക്കുക എന്ന് നിങ്ങൾ എന്നോട് പറയാ. നമുക്ക് പ്രശ്നം തീരെയല്ലേ വേണ്ടത്? നിങ്ങൾ എന്നോട് പറയാ, നബിയെ അവധി ആയിട്ടില്ലെങ്കിലും അവരിപ്പോ വന്ന് ചോദിച്ച സ്ഥിതിക്ക് അവരെ ശല്യം തീരട്ടെ, ഇപ്പൊ തന്നെ അങ്ങോട്ട് കൊടുക്കുക എന്ന നിലക്ക് നിങ്ങൾ എന്നോട് നല്ല നിലക്ക് കൊടുക്കാൻ എന്നോട് പറയാ. പിന്നെയോ അയാളോട് നിങ്ങൾ പറയാ, ഒരാൾ ഒരു സാധനം തരാനുണ്ടെങ്കിൽ അവധി ആയാൽ തന്നെ ചോദിക്കുന്നതിന് ഒരു മര്യാദ ഉണ്ട്. അവധി എത്തിയാൽ തന്നെ കിട്ടാനുള്ള സാധനം കിട്ടുന്നതിന് ചോദിക്കാന് അവധി എത്തിയാൽ തന്നെ ഒരു മര്യാദ ഉണ്ട്. ഇങ്ങനല്ലല്ലോ മനുഷ്യന്മാരോട് കിട്ടാനുള്ളത് ചോദിക്കേണ്ടത് എന്ന് നിങ്ങൾ അയാളോടും പറഞ്ഞു, എന്നോട് ഇങ്ങനെയും പറഞ്ഞാല് അതെത്ര ഗുണകരമായി പോയി ഉമറേ നിങ്ങൾ ഈ വാള് കാണിച്ച് പേടിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഇദ്ഹബ് ബിഹി യാ ഉമർ, ഉമറേ ഈ സെയ്ദിനെയും കൂട്ടി നിങ്ങളങ്ങ് പോയിക്കോ. ഫഖ്ദിഹി ഹഖ്ഖഹു, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള അവധി എത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാരക്ക നിങ്ങളതാ അവിടെ നിന്ന് നിങ്ങൾ എടുത്തങ്ങ് അളന്നു കൊടുത്തോ. വസിദുഹു 20 സാഅൻ മകാന മാ റുഅതഹു, 20 സാഅ കാരക്ക നിങ്ങൾ കൂടുതൽ കൊടുക്കണേ ഉമറേ. കൊടുക്കാനുള്ളതിന്റെ പുറമെ 20 സാഅ കാരക്ക കൂടുതൽ കൊടുക്കണം. അതെന്തിനാണ്? മകാന മാ റുഅതഹു, നിങ്ങൾ വാള് കാണിച്ചിട്ട് അയാളെ പേടിപ്പിച്ചില്ലേ, അതിന് പകരം ഒരു 20 സാഅ കൂടുതൽ കൊടുക്കണം. കൊടുക്കാനുള്ളതും കൊടുക്കണം, അതിന്റെ പുറമെ ഒരു 20 സാഅ നിങ്ങൾ വാള് കാണിച്ച് പേടിപ്പിച്ച വകയിൽ 20 സാഅ കൂടുതൽ കൊടുക്കണം. ആർക്കായി കൊടുക്കാൻ പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം.
അദ്ദേഹം മുസ്ലിമല്ല, അന്ന് മുസ്ലിമല്ല, അന്ന് യഹൂദിയാണ്. ആ യഹൂദി കടുത്ത സ്വഭാവം, കടുത്ത തെറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്ത് മാറും പിടിച്ചിട്ട് അവധി എത്തുന്നതിന് മുമ്പ് പച്ചക്കള്ളം പറഞ്ഞിട്ട് ചോദ്യം ചെയ്തപ്പോ വാസ്തവത്തിൽ ഈമാൻ തിളച്ചതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. അവിടുത്തെ മനസ്സിലുള്ള ഈമാൻ തിളച്ചതാണ്. ബഹുമാനപ്പെട്ടവരുടെ അതാ നബിയോടുള്ള സ്നേഹം അത് തിളച്ചു പൊങ്ങിയതാണ്. അതുകൊണ്ട് ആ വാളൂരിയത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ വാള് കാണിച്ച് പേടിപ്പിച്ച വകയിൽ നിങ്ങൾ അദ്ദേഹത്തിന് 20 സായ കൂടുതൽ അളന്നു കൊടുക്കണം ഉമറേ. നമ്മളെ ഹാൽ എന്താ ഇപ്പോ? പലരെയും ഹാല് നമ്മൾ കാര്യമായിട്ട് ഒരാളോട് 1 ലക്ഷം റുപ്യ കടം വാങ്ങി, അല്ലെ 1000 റുപ്യ കടം വാങ്ങി, അല്ലെ 100 റുപ്യ കടം വാങ്ങി. ആ കടം വാങ്ങിയ സംഖ്യന്റെ അവധി എത്തിയിട്ടും നമ്മൾ കൊടുത്തില്ല. എന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞ് കാത്ത് അവസാനം ഇയാളെ മകളെ കല്യാണത്തിനടുത്തായി, അല്ലെ വേറൊരു പറമ്പ് റഷ്യന്റെ സമയമല്ലേ മറ്റെന്തോ ആയി. ഇനി എങ്ങനെയാ പഠിച്ചവനെ ഇയാളോട് എങ്ങനെയാ ചോദിക്കുക, എങ്ങനെ ചോദിക്കാതിരിക്കാന്ന് മനസ്സിലാക്കി. അവസാനം പിന്നെ നിർബന്ധ അവസ്ഥ വന്നപ്പോ മെല്ലൊരു കല്യാണപ്പുരന്ന് കണ്ടപ്പോ മെല്ലെ സ്വകാര്യം കൂട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങളെക്കൊരു മുമ്പ് വാങ്ങിയൊരു പൈസ ഉണ്ടല്ലോ, എൻ്റെ അവധിയെല്ലാം കഴിഞ്ഞെങ്കിലും ഞാൻ പിന്നെ നിങ്ങൾ ഇറങ്ങാറാക്കണ്ടെന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ചോദിക്കാതിരുന്നാണ്. ഞാനിപ്പോൾ എനിക്കൊരു രജിസ്റ്റർ അടുത്തുണ്ട്, അല്ലെ എൻ്റെ മകളെ കല്യാണം ഉണ്ട്, അല്ലെ ബന്ധത്തിലൊരു വിഷയമുണ്ട്, അതുകൊണ്ട് അത് കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ചില ആൾക്കാരുടെ സ്വഭാവം എന്താ അറിയോ? അവിടുന്ന് ഞാനെന്താ പോകുന്നുണ്ടോ, ഞാൻ ഇവിടെ തന്നെ ഇല്ലേ, ഞാനെന്താ പോകുന്നുണ്ടോ, ഞാൻ ഇവിടെ തന്നെ ഇല്ലേ. ചിലരെ മറുപടി, ചിലർ അയാളോടൊന്നും പറയൂല, പുറത്തു പോയിട്ട് അവൻ എന്നോട് കല്യാണപ്പറയെന്ന് ചോദിച്ചു കളഞ്ഞ്. സുബ്ഹാനല്ലാഹ്. പിന്നെന്താ ചെയ്യാ? ഇയാൾ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ എനിക്ക് എന്റെ സംഖ്യ ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു കുപ്പിയിലാക്കി കലക്കിയിട്ട് ബാറ്റ് ലോഹിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ചോദിക്കല്ലാതെ അവൻ എന്താ ചെയ്യേണ്ടത്? കിട്ടാനുള്ളവനെ ചോദിക്കല്ലാതെ എന്താ ചെയ്യാ? അവൻ ചോദിച്ചു കളഞ്ഞു എന്നാ. പിന്നെ ഈ രൂപത്തിലല്ലേ മനുഷ്യരിൽ പലരുടെയും സ്വഭാവം. എന്നാൽ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ മേലെ കിടക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പൂർവകാല ഗ്രന്ഥങ്ങളിൽ പഠിച്ചതാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹനം അതേ കോപത്തെ മുൻകടക്കുന്ന സഹനമാണ്. ആ പഠിച്ചതുപോലെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അവധി എത്തുന്നതിന് മുമ്പ് പോയി കോളറ പിടിച്ച് ഗൗരവത്തോടെ ചോദിച്ച സയ്യിദ് ഇബ്നു സഅന പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം വന്നപ്പോ വാളെടുത്ത് കയ്യിൽ പിടിച്ച ഉമർ ആ വാള് പിന്നെ ഉപയോഗിക്കുന്നില്ലല്ലോ, എന്നെ സ്നേഹിതനെ പോലെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എനിക്ക് അതാ അവിടെ നിന്ന് കാരക്ക അളന്നു തരികയാണ്. അതല്ലേ സഹോദരന്മാരെ നേതൃത്വത്തെ അംഗീകരിക്കുക എന്ന് പറയുന്നത്? അതാണ് നേതൃത്വം. സമാധാനിക്കാൻ പറഞ്ഞാൽ സമാധാനിക്കണം. നേതൃത്വം നിങ്ങൾ ഇങ്ങനെ നീങ്ങണം എന്ന് പറഞ്ഞാൽ നീങ്ങണം. ആ നിലക്കൊരു നേതൃത്വത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴേ മുസ്ലിം സമുദായത്തിന് രക്ഷ ഉണ്ടാവുകയുള്ളൂ. കുറെ തീവ്രവാദവും ഭീകരവാദവുമായി മുസ്ലിം ചെറുപ്പക്കാർ മുസ്ലിം പണ്ഡിതന്മാരെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ, മുസ്ലിം പണ്ഡിതന്മാരെയും നേതാക്കളെയും വകവെക്കാതെ അവരെക്കാളൊക്കെ കാര്യം ചെയ്യുന്നത് ഞങ്ങൾക്കാണെന്ന് മനസ്സിലാക്കി അതാ ഭീകരവാദവും തീവ്രവാദവുമായി നടന്നാൽ നിങ്ങൾ ഓർക്കണം, ഒരിക്കലും സമുദായത്തിന് രക്ഷ കിട്ടൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കടുത്ത അക്രമം കാണിച്ച യഹൂദിക്ക് 20 സായ കൂടുതൽ അളന്നു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിന്റെ മുമ്പിൽ തലകുനിക്കുകയാണ്, വാള് ഉറയിലേക്ക് ഇടുകയാണ്. സ്നേഹിതനെ പോലെ സുഹൃത്തിനെ പോലെ ആ യഹൂദിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ നിന്ന് അതാ കൊടുക്കാനുള്ളത് മുഴുവനും അളന്നു കൊടുത്തതിന് ശേഷം 20 സായ കൂടുതലും കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു, സയ്യിദ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ പറഞ്ഞു, യാ ഉമർ, ഉമറേ, കുല്ലു അലാമാത്തിൻ നുബുവത്തി ഖദ് അറഫ്തുഹാ ഫീ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന നദർതു ഇലൈഹി ഇല്ല സനതൈനി ലം അഖ്ബറുഹുമാ മിൻഹു. നബിക്ക് അവസാനത്തെ നബിക്കുണ്ടാകുമെന്ന് പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും അവിടുത്തെ മുഖത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ്.
രണ്ട് കാര്യം ഞാൻ പരിശോധിച്ച് മനസ്സിലാക്കേണ്ട സംഗതി ഉണ്ടായിരുന്നു. ഒന്ന്, യസ്ബിഖു ഇൽമുഹു ഗളബഹ്, ആ നബിയുടെ സഹനം കോപത്തെ മുൻകടക്കുന്ന സഹനമാണ്. വലാ തസീദുഹു സിദ്ദത്തുൽ ജഹ്ലി അലൈഹി ഇല്ലാ ഇൽമാ, ആ നബിയോട് ആര് വിവരക്കേട് ചെയ്തോ, ആര് തോന്നിവാസം ചെയ്തോ, ആ വിവരക്കേട് ചെയ്യുന്നവനോട് കൂടുതൽ കൂടുതൽ അതാ സഹനത്തോടുകൂടെ നന്മ ചെയ്തു കൊടുക്കുന്ന സ്വഭാവമാണ്. ഇങ്ങോട്ട് തെറ്റ് ചെയ്യുന്നവന് അങ്ങോട്ട് കൂടുതൽ നന്മ ചെയ്തു കൊടുക്കുന്ന സ്വഭാവമാണ്. ഇത് ഞാൻ പൂർവകാല ഗ്രന്ഥങ്ങളിൽ അവസാനത്തെ നബിയുടെ ലക്ഷണമായി കണ്ടതാണ്. അതുണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിച്ചതാണ്. ഫഖദ് ഖബർതുഹുമാ, അതെന്റെ പരിശോധനയിൽ എനിക്ക് ബോധ്യപ്പെട്ടുപോയി. ഫഅശ്ഹദു അന്നീ ഖദ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. അതുകൊണ്ട് ഞാനിതാ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, ഞാൻ അല്ലാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി അംഗീകരിച്ചിരിക്കുന്നു, വബി മുഹമ്മദിൻ നബിയ്യാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഞാനിതാ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ഇതൊരു വല്ലാത്ത നേതാവ് തന്നെ, ഇതൊരു വല്ലാത്ത സ്വഭാവം തന്നെ, ഇതൊരു വല്ലാത്ത റസൂല് തന്നെ, ഇതൊരു വല്ലാത്ത ഹബീബ് തന്നെ, ഇതൊരു വല്ലാത്ത ആശയം തന്നെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി സയ്യിദ് ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തിലേക്ക് വരുന്നു. സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, ഫഖന്ന ബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാലു ഫീ ഇൽമിൻ വലകറമി. ഏറ്റവും മഹത്തായ സ്വഭാവം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ കീഴിലാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയുമായി ബന്ധപ്പെട്ട് 4 കാര്യമുള്ളവനാണ് വിജയിക്കുന്നവൻ. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. ആ 4 കാര്യമാണ് ഞാൻ ഇന്ന് തുടക്കം കുറിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാനത് വിശദമായി നാളെ പറയും. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതേ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ആ കൂട്ടരാണ് വിജയിച്ചവർ. ഏത് കൂട്ടരാ വിജയിച്ചവർ? ആ കൂട്ടരാണ് വിജയിച്ചവർ. ഏതാണ് ആ കൂട്ടർ? ആരാണ് ആ കക്ഷികൾ? 4 പ്രത്യേകതയുള്ളവരാണ്. ഏതാണ് ആ 4 പ്രത്യേകത? ഒന്ന്, ഫല്ലദീന ആമനൂ ബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചവർ. ഒന്നാമത് വേണ്ടത് വിശ്വാസം. രണ്ടാമത് അല്ലാഹ് പറയുന്നു വഅസ്സറൂഹു, ആ നബിയെ ബഹുമാനിച്ചവർ. വെറും വിശ്വാസം പോരാ, നബിയോട് ബഹുമാനം വേണം. പിന്നെയോ വനസറൂഹു, ആ നബിയോട് സഹകരിച്ചവർ, ആ നബിയെ സഹായിച്ചവർ. പോരാ, പിന്നെയോ വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ നബിയോടുകൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ പിന്തുടർന്ന് ജീവിക്കുന്നവർ. 4 കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ആ 4 കാര്യത്തെക്കുറിച്ച് നാളെ ഞാൻ സംസാരിക്കും. ഇപ്പോൾ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഓ സഹോദരന്മാരെ, വിശ്വാസം, ബഹുമാനം, സഹകരണം. 4-മതായി അതാ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതം, ഈ 4 കാര്യമുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. സഹോദരന്മാരെ, കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു, ആ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അതാ ആസിം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, സയ്യിദ് ഇബ്നു ദസിനാർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അങ്ങനെയുള്ള 10ഓളം സഹാബികളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളൊന്ന് പോകണം മക്കയുടെ സമീപത്തേക്ക്. എന്തിനാ പോകുന്നത്? ശത്രുപക്ഷത്തിന്റെ നീക്കങ്ങൾ വീക്ഷിക്കാനാണ്. ആ 10 ആളുകളും പുറപ്പെട്ടു. ചുരുക്കി പറയുകയാണ്, ഉസ്ഫാനിന്റെയും മക്കയുടെയും മധ്യത്തിലെത്തി. അപ്പോഴതാ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ വിരോധികൾ, അതേ വലിയ ഭീകരന്മാരായ മുശ്രിക്കുകൾ വിവരമറിഞ്ഞു. നമുക്കറിയാമല്ലോ, മക്കയിൽ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഏറ്റവും നല്ല ജീവിതം നയിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ ശല്യം ചെയ്തവരാണ് മക്കയിലുള്ള മുശ്രിക്കീകൾ. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ ശല്യങ്ങളും വലിച്ചിട്ടവരാണവർ. അവിടുത്തെ അനുയായികളെ പീഡിപ്പിച്ചവരാണവർ, പലരെയും വധിച്ചവരാണവർ, ധാരാളം പ്രയാസങ്ങൾ വലിച്ചിട്ടവരാണവർ. ആ പ്രയാസങ്ങളൊക്കെ വലിച്ചിട്ട ആ മുശ്രിക്കുകളുടെ ശല്യത്തിൽ നിന്ന് സുബ്ഹാനല്ലാഹ് അവിടുന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് അവിടുത്തെ വധിക്കാൻ വേണ്ടി വീട് പോലും വന്ന് വളഞ്ഞിരുന്ന ആ മുശ്രിക്കുകളിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മദീനയിലേക്ക് പോയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനയിൽ ചെന്നിട്ട് അവിടെ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് പോലും ശല്യം ചെയ്യാൻ ഉദ്ദേശിച്ച് അതേ വലിയ അഹങ്കാരത്തോടെ ബദറിലേക്ക് വന്ന മുശ്രിക്കീങ്ങളില്ലേ, അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ വലിച്ചിടാൻ വേണ്ടി പല രംഗങ്ങളിലും വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയവരില്ലേ, അവര് ബദറിൽ വന്നപ്പോൾ വിനയത്തോടെ താഴ്മയോടെ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി പോയി. അള്ളാഹിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഇസ്ലാമിന്റെ രാഷ്ട്രത്തലവനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ അനുയായികൾ പാറ പോലെ ഉറച്ചു നിന്ന് അവരെ യുദ്ധം നടത്തിയപ്പോൾ അവിടെ വെച്ച് വലിയ വിജയം കൈവരിച്ചിരുന്നില്ലേ? ആ ബദർ യുദ്ധത്തിന്റെ ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ശത്രുക്കൾ നമ്മെ ആക്രമിക്കാൻ എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അതേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറഞ്ഞേച്ച പ്രവർത്തകന്മാരായ 10 സഹാബികൾ, ആസിം ഇബ്നു സാബിത്ത് അൽ-അൻസാരി റളിയല്ലാഹു അൻഹു അതിലൊരു നേതാവാണ്. ആ പോയ പോക്ക് വഴിക്കെത്തിയപ്പോൾ ശത്രുക്കൾ വിവരമറിഞ്ഞു. ആ ശത്രുക്കൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേച്ച 10 സഹാബികളെയും 100-ലധികം ആളുകൾ വന്ന് വളഞ്ഞു. അവര് പിടിച്ചിട്ട് അവർ അക്രമം തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, അവര് പറയുന്നു, നിങ്ങൾ ഞങ്ങളുമായി ഇങ്ങോട്ട് നേരിടാതെ ഞങ്ങൾക്ക് ആയുധം വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ഒന്നും ചെയ്യാതെ നാട്ടിലേക്ക് തിരിച്ചേക്കാമെന്ന് വാക്ക് പറഞ്ഞപ്പോ മഹാനായ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളോട് ആയുധം വെക്കുന്ന പരിപാടിക്ക് ഞാനില്ല. 7 സഹാബികൾ അതേ അഭിപ്രായം പറഞ്ഞു. 7 ആളുകളും അതേ നിലക്ക് തന്നെ ശത്രുക്കൾ അവരെ കൊന്നുകളഞ്ഞു. പക്ഷേ ആസിം റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന് ശേഷം ബഹുമാനപ്പെട്ടവരുടെ മയ്യിത്ത് മുറിച്ച് കഷ്ണമാക്കി നുറുക്കിയിട്ട് അത് കൊണ്ടുപോയി പ്രദർശനത്തിന് വെക്കാൻ അവര് തീരുമാനിച്ചെങ്കിലും മഹാനവറുകളുടെ മരണശേഷമുള്ള കറാമത്തായി അല്ലാഹു ജല്ല ജലാലുഹു വലിയ തേനീച്ചകളെ പറഞ്ഞയച്ചു, കടന്നലുകളെ പറഞ്ഞയച്ചു. ആ കടന്നലുകൾ വന്ന് മഹാനവറുകളുടെ മയ്യിത്തിന് ചുറ്റുഭാഗത്ത് സംരക്ഷണത്തിന് നിന്നു. ശത്രുക്കളെ മുഴുവനും കടന്നലുകൾ കുത്തി ഓടിച്ചു. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ് സഹോദരന്മാരെ, അതവിടുത്തെ മരണശേഷമുള്ള കറാമത്തായിരുന്നു. ഇരിക്കട്ടെ, അപ്പോൾ ഇതിനു മുമ്പ് ഞാന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ കണ്ടു,
അവർ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് സുന്നികളായ നമ്മൾ മരിച്ചതിന് ശേഷം കറാമത്തുണ്ടാവുമെന്ന് ഈ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചപ്പോ പ്രബോധനക്കാരൻ ചോദിക്കാണ്, മരിച്ചതിന് ശേഷം ഇത്ര വലിയ കറാമത്ത് ഇയാൾക്കുണ്ടെങ്കിൽ എന്നാ പിന്നെ കൊല്ലാൻ വരുമ്പോ തന്നെ കറാമത്ത് കാണിച്ചുകൂടായിരുന്നോ? കൊല്ലാൻ വരുമ്പോ തന്നെ കറാമത്ത് കാണിച്ചുകൂടായിരുന്നോ? സുബ്ഹാനല്ലാഹ്, സംശയമില്ലേ? അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുടങ്ങിയ അല്ലാഹു പൊരുത്തപ്പെട്ട ഔലിയാക്കളും ആരിഫീകളുമായ മഹാന്മാർ അവരുടെ തഹീയയിലും അതുപോലെ തന്നെ തുഹ്ഫയിലും അതുപോലുള്ള കിതാബുകളിലൊക്കെ അതുകൊണ്ടാണ് എഴുതി വെച്ചത്, സുന്നിയല്ലാത്തവന്റെ പ്രസംഗം കേൾക്കൽ ഹറാമാണ്, സുന്നിയല്ലാത്തവന്റെ പുസ്തകം വായിക്കൽ ഹറാമാണ്, സുന്നിയല്ലാത്തവന്റെ CD കേൾക്കൽ ഹറാമാണ്. ആർക്ക്? സാധാരണക്കാർക്ക്. അതേ സമയത്ത് അതിന് ചികിത്സ ചെയ്യൽ ആവശ്യമായ പണ്ഡിതന്മാർ അവരത് കേട്ടു നോക്കിയിട്ട് അതിന്റെ മറുപടി പറയാൻ വേണ്ടി അവർ കേൾക്കണം. ആവശ്യമുണ്ടെങ്കിൽ കേൾക്കണം, ഇല്ലെങ്കിൽ അവരും കേൾക്കരുത്. കാരണം അള്ളാഹു വെറുതല്ലോ കാത് തന്നത്. അള്ളാഹ് വരുത്തപ്പെടുന്നത് കേൾക്കാൻ, വരുത്തപ്പെടാത്ത കേൾക്കാൻ വേണ്ടി അള്ളാഹ് കാത് തന്നിനോ? അതുകൊണ്ട് ഹറാമാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എനിക്ക് ഈ പാറക്കടവിൽ വരുമ്പോൾ നല്ല സന്തോഷമാണ്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പ്രസംഗിക്കുമ്പോൾ സുന്നികളായ ആളുകളൊന്നും സദസ്സിൽ പോയി നിന്നു കൊടുക്കൂല, കേൾക്കൂല, അവരവരും കൊണ്ട് നടക്കട്ടെ എന്നുള്ള നിലക്ക് അവഗണിച്ചൊക്കെ തള്ളിക്കളയും. അതുകൊണ്ട് ഇവിടെ വരുമ്പോ പ്രത്യേക ഒരു സന്തോഷമാണ്. ഇമാമിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ ജീവിതം നയിക്കുന്നു. അതിവിടെ ജീവിച്ചു പോയ വലിയ വലിയ മഹാന്മാരായ സാലിഹീങ്ങളായ ഔലിയാക്കളായ ആലിമീങ്ങളുടെ വലിയ പവറാണത്. ബഹുമാനപ്പെട്ട മർഹൂം കണാരണ്ടി ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഒരു ദിവസം ഞാൻ മുതഅല്ലിമായിരുന്ന സമയത്ത് ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോ എന്നോട് പറഞ്ഞു, പാറക്കടവത്തെ വലിയ കാലിയായ കറാമത്ത് കേൾക്കണോ നിനക്ക് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നാദാപുരത്ത് ജുമാഅത്ത് പള്ളിയിൽ ഓതിപ്പടിക്കുന്ന ഒരു വലിയ മൊയിലാരുണ്ടായിരുന്നു. വലിയ മൊയിലാരാണ്, അവിടെ ഓതുകയാണ്, വലിയ ആലിമീങ്ങളായിരുന്നു ഓതുകയാണ്. ഇങ്ങനെ ഉസ്താദൊക്കെ ദർശനത്തിൻ്റെ ഒക്കെ മുമ്പുള്ള സംഭവമാണ് ഞാൻ പറയും. കാണാറണ്ടി ഉസ്താദ് പറഞ്ഞു, തറക്കണ്ടി ഉസ്താദ് ദർശനത്തുമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഇങ്ങനെ ഓതുകയാണ് ഒരാൾ, കടവത്തൂർക്കാരൻ ഒരു ആള്. അയാൾ നല്ല സുന്നി പ്രസംഗം നടത്തുന്ന മൊയിലാരാണ് അന്ന്. അപ്പൊ അദ്ദേഹം പല സ്ഥലത്തും പ്രസംഗിക്കുന്നുണ്ട്. കൂട്ടത്തിൽ പാറക്കടവ് ജുമാഅത്ത് പള്ളിയിലും അദ്ദേഹത്തിനെ കൊണ്ട് ഒരു ഉറുദി പറയിക്കണം, ഒരു പ്രസംഗം നടത്തിക്കണം എന്ന് നാട്ടുകാർ പലരും വന്ന് പറഞ്ഞപ്പോ കാലിയാർ പറഞ്ഞു, അവനിവിടെ പ്രസംഗിക്കണ്ട. അപ്പൊ എന്താ ഉസ്താദ്, നല്ല എല്ലാ സ്ഥലത്തും 4 വയസ്സ് പറയുന്നുണ്ട് അയാള്, 4 മൊയിലാരാണ്, ചെറുപ്പക്കാരനാണ്. ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും, അവനിവിടെ പ്രസംഗിക്കണ്ട. സുബ്ഹാനല്ലാഹ്, കണാരണ്ടി ഉസ്താദ് പിന്നെ എന്നോട് പറഞ്ഞു, അയാളാണ് കടവത്തൂരിൽ പിന്നെ മുജാഹിദായ വലിയ മൗലവി. ആളെ പേരിപ്പം ഞാൻ പറയുന്നില്ല, റസൂലുള്ളാഹിന്റെ മദ് പറയുന്ന സ്ഥലത്ത് അയാളെ പേര് പറയണ്ട, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അത് മനസ്സിലായത് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളെ കണ്ണല്ലേ, സാലിഹീങ്ങളെ കണ്ണല്ലേ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവല്ലേ, അത് നമുക്കൊണ്ടോ പറയാൻ കഴിയുന്നു? അത് കണാരണ്ടി ഉസ്താദിനോട് നേരിൽ പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അത് ഇവിടെ നേരത്തെ തന്നെ പാറക്കടവിലുള്ള ജനങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. വേറെ എവിടെന്നെങ്കിലും ആരെങ്കിലും വന്ന് കാപ്പിയും കാച്ചി പോകുന്നത് അതാരും തിരിഞ്ഞു നോക്കണ്ടില്ലല്ലോ, അതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കൂല. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് തന്നെ ഒരു പ്രത്യേകമായ മഹബത്തും സ്നേഹവും ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരന്മാരെ, സംശയമുണ്ടാക്കുന്ന വാക്ക് ഇസ്ലാമിന്റെ വിരോധികൾ പറഞ്ഞാൽ അതിന്റെ മറുപടി കിട്ടാത്തവന്റെ മനസ്സിലെ സംശയം ബാക്കിയായിരിക്കും. ആ സംശയം ബാക്കിയാവും എന്തായി? നമ്മുടെ ഈമാനിന് ഒരു കുത്തുവീണില്ലേ, നമ്മുടെ ഈമാനിന് ഒരു പരിക്ക് പറ്റിയില്ലേ? ഇനി ആ മുറി ഉണങ്ങുന്നവരെ ഈമാനിന്, നമ്മുടെ വിശ്വാസത്തിന് ആ മുറി അവിടെ ഇല്ലേ? ആ മുറി ഇനി കൂടിയാലോ നമ്മുടെ ഈമാൻ തീർത്തും പോകൂലേ? അപ്പൊ അതുകൊണ്ടാണ് സംശയം ഉണ്ടാക്കുന്നവരെ സദസ്സിൽ പോയിരിക്കല് ഹറാമാണ്, സംശയം ഉണ്ടാക്കുന്നവരുടെ കേസറ്റ് കേൾക്കല് ഹറാമാണ്, സംശയം ഉണ്ടാക്കുന്ന ആളുകളുടെ പുസ്തകം വായിക്കല് ഹറാമാണ് എന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാര് പറഞ്ഞത്. മുസ്ലിമീങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത് ഇത് മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ ഗസാലി ഇമാമിന് മറ്റെന്തെങ്കിലും ബിസിനസ് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല. എന്നാൽ ഇപ്പൊ നിങ്ങൾ കേട്ടില്ല, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാക്കി, മുറി ഉണക്കാൻ എനിക്ക് പോയിക്കൂടാ. എന്താണ്? ആസിം റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷം കടന്നൽ കൂട് വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ മയ്യത്തിന് സംരക്ഷണം നൽകി. ഇത് ബുഖാരിയിലെ ഹദീസാണത്, കെട്ടുകഥയല്ല. അപ്പോഴാണ് പ്രബോധനക്കാരന്റെ ചോദ്യം, എന്നാ പിന്നെ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കറാമത്ത് കാണിച്ചുകൂടായിരുന്നോ? അപ്പൊ അതിന് മറുപടി പറയണം. പണ്ഡിതന്മാർക്ക് അതിന്റെ മറുപടി അറിയും, അതിന്റെ മറുപടി ആര് പറഞ്ഞിട്ടുണ്ട്? ഞങ്ങൾ പറയണ്ട, നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ മറുപടി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ മറുപടി. എന്താ പറഞ്ഞത്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കറാമത്ത്, ഏറ്റവും വലിയ കറാമത്ത് എന്താണെന്നറിയോ? ഷഹീദായി മരിക്കല.
ഏറ്റവും വലിയ കറാമത്താണ് ഷഹീദായിട്ട് മരിക്കല്. കാരണം അള്ളാഹ് നിശ്ചയിച്ച സമയത്തെ ഒരാൾ മരിക്കൂ, നിശ്ചയിക്കാത്ത സമയത്ത് മരിക്കൂല. ആ മരിക്കുമ്പോ ഇസ്ലാമിന് വേണ്ടി പടപൊരുതി ഇസ്ലാമിന്റെ വിരോധികൾ വന്ന് അതാ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്നപ്പോ അവരുടെ വാള് മുഖേന മരിച്ചാൽ ഷഹീദാണ്. ഷഹീദിന് കൊടുക്കുന്ന പ്രതിഫലവും ബഹുമാനവും കറാമത്തും കണക്കില്ലാത്തതാണ്. അവരെ ശരീരം പോലും ഖബറിൽ നിന്ന് നശിക്കാത്തതാണ്. അവർ അല്ലാഹുവിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഷഹീദിന്റെ കറാമത്ത് വലിയ കറാമത്താണ്. ഷഹീദായി മരിക്കൽ തന്നെ വലിയ കറാമത്താണ്. അപ്പൊ ഈ ഹാസിം റളിയല്ലാഹു അൻഹുവിന് മരിക്കേണ്ട സമയമായിട്ടുണ്ട്. ആ സമയത്താണ് ശത്രുക്കൾ വാളും കൊണ്ടുവരുന്നത്. അപ്പൊ പിന്നെ അവിടെ കറാമത്ത് പ്രകടിപ്പിച്ചാൽ എന്താവൂ? ഷഹീദായിട്ട് മരിക്കാൻ കഴിയില്ല. അപ്പോൾ വലിയ കറാമത്ത് നഷ്ടപ്പെട്ടു. ഷഹീദായി മരിക്കാനുള്ള കറാമത്ത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവിടെ കറാമത്ത് വേണമെന്ന് ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ചില്ല, അല്ലാഹ് ഉദ്ദേശിച്ചില്ല, മഹാനും ഉദ്ദേശിച്ചില്ല. കാരണം അത് ബഹുമാനപ്പെട്ടവർക്ക് നഷ്ടമാണ്. ഷഹീദിന്റെ കൂലി കിട്ടുന്നത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവിടെ കറാമത്ത് പ്രകടിപ്പിച്ചില്ല. അതേ സമയത്ത് മരണപ്പെട്ടതിന് ശേഷം ശരീരത്തിന്റെ കഷ്ണങ്ങൾ മുറിച്ച് പ്രദർശനത്തിന് വെക്കാൻ ശത്രുക്കൾ തീരുമാനിച്ചപ്പോ അവിടെയാണ് അല്ലാഹു തആല കറാമത്ത് കൊടുക്കുന്നു. ശരീരത്തിന് സംരക്ഷണത്തിന് കടന്നൽ വന്ന് കേന്ദ്രീകരിക്കുന്നു. ശത്രുക്കളെ മുഴുവനും കുത്തി ഓടിക്കുന്നു. എന്നാ സഹോദരന്മാരെ, 7 ആളുകളെ ശത്രുക്കൾ കൊന്നു എന്ന് പറഞ്ഞല്ലോ. ഇനി ബാക്കിയുള്ളവരിൽ ഒരാളാണ് സയ്യിദ് ഇബ്നു ദസിന റളിയല്ലാഹു അൻഹു, മറ്റൊരാളാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അതാ ഹാരിസിന്റെ മക്കൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്തിനാ കൊണ്ടുപോകുന്നത്? ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ കൊല്ലാൻ വന്നവനാണ്. അതിനാൽ ആ ഹാരിസിനെ നേരിട്ടിരുന്ന സഹാബികളിൽ ഒരാളാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. പക തീർക്കാൻ ഉദ്ദേശിച്ചു. ബദറിൽ നമ്മളെ ബാപ്പനെ കൊന്നത് ഇയാളല്ലേ, ഒരു പകരം വീട്ടണം എന്ന് മനസ്സിലാക്കി ഖുബൈബിനെ അവർ പിടിച്ചു കൊണ്ടുപോയി. അതാ വീട്ടിൽ തടങ്കലിൽ വെച്ചു. കൈക്കും കാലിനും ചങ്ങലയിട്ടു. വാസ്തവത്തിൽ അവർ പറഞ്ഞിരുന്ന വാഗ്ദത്തം എന്തായിരുന്നു? ആയുധം വെച്ചാൽ നിങ്ങളൊന്നും ചെയ്യൂല എന്നാണ്. പക്ഷേ അവര് വാക്ക് ലംഘിച്ചു. അവര് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ കൈക്കും കാലിനും ചങ്ങല വെച്ച് കിടത്തി. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഭാവം പഠിച്ച ആളാണ്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവര് വീട്ടിൽ കിടക്കുന്ന സമയത്ത് അതാ അല്ലാഹു തആല കറാമത്തായി നല്ല മുന്തിരിങ്ങന്റെ കൊല ഖുബൈബ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വലഖദ് വജദ്തുഹു യഅകുലു മിൻ യമിൻ, മുന്തിരിങ്ങയുടെ കൊല കയ്യിൽ പിടിച്ച് ഖുബൈബ് റളിയല്ലാഹു അൻഹു തിന്നുന്നത് ഞാൻ കണ്ടു. ഫമാ ബിമക്കത മിൻ സമറ, അന്ന് മക്കയിൽ ഒരു ഫ്രൂട്ട്സും കിട്ടാത്ത കാലമാണ്. പക്ഷേ അല്ലാഹു കറാമത്തായി ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് മറിയം ബീവിക്ക് അല്ലാഹു കറാമത്തായി ഭക്ഷണം കൊടുത്ത് ഖുർആനിലുണ്ടല്ലോ. അതുപോലെ സഹാബിയായ ബദരീങ്ങളിൽപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു ഇറക്കി കൊടുത്ത ഭക്ഷണമായിരുന്നു റിസ്ഖുൻ റസഖഹുല്ലാഹു ഖുബൈബാ. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം നോക്ക് നിങ്ങൾ. അള്ളാഹിന്റെ റസൂലിന്റെ സ്വഭാവം പഠിച്ച ഖുബൈബ് റളിയല്ലാഹു അൻഹു അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ എന്തിനാ ഇങ്ങനെ അറസ്റ്റ് ചെയ്തത്? ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് ഈ വീട്ടുകാര്, അന്ന് കൊല്ലുന്നത് വരെ അറസ്റ്റിലാണ്, കൈക്കും കാലിനും ചങ്ങലയാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു അതും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഖുബൈബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറഞ്ഞു, എന്റെ കക്ഷത്തിലുള്ള രോമം അതുപോലെ നീക്കേണ്ട രോമങ്ങളൊക്കെ നീക്കാൻ വേണ്ടി നിങ്ങൾ എനിക്കൊരു നല്ല മൂർച്ചയുള്ള കത്തി തരുമോ ജനങ്ങളെ? ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു മരണത്തിന് ഒരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹാരിസിന്റെ മക്കൾ ഖുബൈബിന് നല്ല 1-ാം നമ്പർ മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊടുത്തു. രോമങ്ങൾ നീക്കാനാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവരെ കത്തി കയ്യിൽ പിടിച്ചപ്പോ ഹാരിസിന്റെ മകള് പറയാണ്, ഞങ്ങളുടെ ചെറിയ കുട്ടി ഇഴഞ്ഞഴഞ്ഞ് നിരങ്ങി ഖുബൈബിന്റെ മടിയിലങ്ങെത്തി. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ കൊല്ലാൻ വെച്ച പുള്ളിയാണ്. ആ ഖുബൈബിന്റെ മടിയിൽ ചെറിയ കുട്ടി എത്തിയപ്പോൾ ഖുബൈബ് എടുത്ത് ചുംബിക്കുന്നു, ഖുബൈബ് എടുത്ത് മണക്കുന്നു.
ഒരു കയ്യിൽ കത്തിയുണ്ട് ഹുബൈബിന്റെ, മറ്റേ കയ്യിൽ ഞങ്ങളെ കുട്ടിയുമുണ്ട്. ഹുബൈബിനെ ഞങ്ങൾ കൊല്ലാൻ വിധിച്ചതാണ്, കൊല്ലാൻ വെച്ചതാണ്. എന്തെങ്കിലും ഒന്ന് എന്റെ വകയിൽ നടക്കട്ടെ എന്ന നിലക്ക് ആ കത്തി കൊണ്ട് ഞങ്ങളെ കുട്ടിയെ ആ ഹുബൈബ് ഒന്ന് കുത്തിയാൽ ഞങ്ങളെ കുടുംബത്തിന് വേദനിക്കാൻ മരണം വരെ വേറെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നിരപരാധിയായ കുട്ടിയെ ആക്രമിക്കാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഭാവം പഠിച്ച സഹാബികൾ നിൽക്കുന്നു. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു. ഒരു കക്ഷികളോടുള്ള വൈരാഗ്യം, വിദ്വേഷം, അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ സഹോദരന്മാരെ? ഏതോ ഒരു കക്ഷി ചെയ്ത തെറ്റിന് വേറെ ഒരാളെ കൊല്ലുന്നതും ആക്രമിക്കുന്നതും ശരിയല്ലല്ലോ. ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് അതല്ലേ? രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂരിൽ അതാ നടന്നുകൊണ്ടിരിക്കുമ്പോഴും, വർഗീയ കലാപങ്ങൾ നടക്കുമ്പോഴും, തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ ലോകത്തെവിടെ നടക്കുമ്പോഴും സംഭവിക്കുന്നത് തെറ്റ് ചെയ്യുന്നവനൊന്ന്, ശിക്ഷിക്കപ്പെടുന്നവൻ വേറെയൊന്ന്. ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു മനുഷ്യനെ വേറെ ഒരു പാർട്ടിയിൽപ്പെട്ടവനാണ് കൊന്നതെന്ന് സംശയമുണ്ടെങ്കിൽ ആ സംശയിക്കപ്പെടുന്ന പാർട്ടിയിലെ ഏതോ ഒരു മെമ്പറെ പകരം കൊല്ലുക എന്നതല്ലേ ഇന്ന് തീവ്രവാദ രാഷ്ട്രീയ പ്രവർത്തനമായി എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്? വർഗീയവാദികളും ആ വഴി തന്നെയല്ലേ പിന്തുടരുന്നത്? ആ വഴി തന്നെയല്ലേ തീവ്രവാദികളും പിന്തുടരുന്നത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, 4 പ്ലെയിനുകൾ തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിലെ പെന്റഗണും അതേ ട്രേഡ് സെന്ററും തകർക്കുമ്പോ തകർക്കുന്ന കക്ഷികൾ ചിന്തിച്ചില്ലല്ലോ ഈ പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു തെറ്റും ചെയ്യാത്ത യാത്രക്കാരാണെന്ന് ചിന്തിച്ചില്ലല്ലോ. ആ പെന്റഗണിലും ട്രേഡ് സെന്ററിലും ജോലിയെടുക്കുന്ന ജോലിക്കാര് കുറ്റക്കാരല്ലെന്ന് ചിന്തിച്ചില്ലല്ലോ. ഒരുപക്ഷെ ജോർജ് ബുഷിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭരണാധികാരികളോടോ ഉള്ള അവര് ചെയ്യുന്ന അക്രമത്തിന് പകരം സുബ്ഹാനല്ലാഹ് പകരം കൊല്ലപ്പെട്ടത് നിരപരാധികളല്ലേ? ആക്രമിക്കപ്പെട്ടത് നിരപരാധികളല്ലേ? തീവ്രവാദം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ സ്വഭാവം അങ്ങനെയല്ലേ? അതൊരിക്കലും ഇസ്ലാമിലില്ലല്ലോ സഹോദരന്മാര്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ 1-ാം നമ്പർ കത്തിയുണ്ട്. കുട്ടിയെ ബടിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടി കുറ്റക്കാരനല്ലല്ലോ. ഖുബൈബ് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ പേടിച്ച് പെറുക്കാണ്. ഖുബൈബിന്റെ കയ്യിൽ കത്തിയുണ്ട്, കുട്ടിയുണ്ട്. വിളിച്ചു പറയുന്നു, ഖുബൈബ് പേടിക്കണ്ട പെണ്ണേ, ഞാൻ കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണ്. ഞാൻ നിരപരാധിയെ ആക്രമിക്കുന്നവരല്ല. കുട്ടികളോട് കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച നബിയാണ്. നിസ്കരിക്കുന്ന സമയത്ത് പോലും ചെറിയ കുട്ടിയെ തോളിലേറ്റിയിട്ട് കുട്ടി കരയാതിരിക്കാൻ തോളിലേറ്റി നിസ്കരിച്ച നബിയാണ്. ആ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആശയം പഠിച്ച ഖുബൈബ് റളിയല്ലാഹു അൻഹു ചുംബിച്ചുകൊണ്ട് കുട്ടിയെ മടക്കി കൊടുക്കുന്നു. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസമായി തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ശത്രുക്കളുടെ ചോദ്യം, ഖുബൈബേ നിന്നെ അങ്ങ് വിട്ടു തന്നേക്കാം, നീ ഒറ്റ കാര്യം പറഞ്ഞാ മതി. എന്താ നീ പറയേണ്ടത്? ഈ എന്നെ തൂക്കിലേറ്റുന്നതിന് പകരം ഈ സ്ഥാനത്ത് മുഹമ്മദാണ് നിൽക്കുന്നതെങ്കിൽ എനിക്കതാണ് താല്പര്യം. എനിക്ക് എന്നെ കൊല്ലുന്നതിന് പകരം മുഹമ്മദിനെ കൊല്ലലാണ് എനിക്ക് ഇഷ്ടമെന്ന് ഒരു വാക്ക് നീ പറഞ്ഞാ മതി. ഞങ്ങൾ മുഹമ്മദിനെ കൊല്ലുകയില്ല, മുഹമ്മദിന്റെ അടുത്ത് പോകുന്നുമില്ല, ഞങ്ങൾ മുഹമ്മദിന് ഒരു പോറൽ ഏൽപ്പിക്കൂല, എന്റെ നാവുകൊണ്ട് നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞാ മതി, എന്നാ നിന്നെ ഞങ്ങൾ അങ്ങ് വിട്ടു തന്നേക്കാം. അപ്പോഴല്ലേ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ചെറിയ മുള്ള് തട്ടു, ഒരു ചെറിയ മുള്ള് അവിടുത്തെ കാലിൽ തറിച്ചു എന്ന് കേൾക്കുന്നതും എന്നെ കൊല്ലപ്പെടുന്നതുമായിട്ട് എനിക്ക് എത്രയോ സന്തോഷം. എന്നെ വധിക്കപ്പെടലാണ് കേട്ടോ. അവിടുത്തെ കാലിന് ഒരു ചെറിയ മുള്ള് തറിച്ചുകൂടാ. മുള്ള് തറിച്ചുകൂടെന്ന് മാത്രമല്ല, അത് തറിച്ചുവെന്ന് എനിക്ക് കേട്ടുകൂടാ, എനിക്കത് ചിന്തിച്ചുകൂടാ. അതാണ് എന്റെ സ്നേഹം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട്. പിന്നെ അതാ ശത്രുക്കൾ പറയുന്നത്, നിന്റെ അവസാനത്തെ അഭിലാഷം എന്താണ് ഖുബൈബേ? അവസാനത്തെ ആശ എന്താണ് ഖുബൈബേ? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ദഊനി ഉസല്ലി റകഅതൈൻ, ഒരു 2 റകഅത്ത് നിസ്കരിക്കാൻ അനുവദിക്കണേ. എന്റെ പ്രിയപ്പെട്ട എന്റെ രാജാവ്, എന്റെ ഏറ്റവും ബഹുമാനമുള്ള രാജാവ്, എന്നെ പോറ്റി വളർത്തുന്ന രാജാവ്, എന്നെ സൃഷ്ടിച്ച രാജാവ്, എനിക്ക് വെള്ളവും ഭക്ഷണവും തരുന്ന രാജാവ്, എനിക്ക് ഓക്സിജൻ തരുന്ന രാജാവ്, റബ്ബുൽ ആലമീൻ. ആ റബ്ബിനോട് എനിക്ക് അവസാനത്തെ ഒരു സംഭാഷണം നടത്തണം. അതിനൊരു 2 റകഅത്ത് നിസ്കരിക്കാൻ അവസരം തരൂ ശത്രുക്കളെ. അതേ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ ദുനിയാവിൽ വെച്ച് താല്പര്യമുള്ള സാധനം ഒന്ന് സുഗന്ധമാണ്, അത്തറാണ്. മറ്റൊന്ന് എനിക്ക് താല്പര്യമുള്ളത് സാലിഹത്തായ ഭാര്യയാണ്, നല്ല പെണ്ണാണ്. പിന്നെ എനിക്ക് താല്പര്യമുള്ള 2 കാര്യം അതാണെങ്കിൽ വഖുറത്തു ഐനി ഫിസ്സലാ, എന്റെ കൺകുളിർക്കലും എന്റെ മനസ്സിന് എല്ലാ സന്തോഷവും നിറഞ്ഞു നിൽക്കലും എന്റെ രാജാവായ റബ്ബിനോടുള്ള സംഭാഷണമായ നിസ്കാരത്തിലാണ് കേട്ടോ. അതിനേക്കാൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യവുമില്ല. റസൂലുള്ളാഹിനെ പ്രിയം വെച്ച് വന്ന ഉമ്മമാരെ, അള്ളാന്റെ റസൂലിനെ പ്രിയം വെച്ച് വന്ന ചെറുപ്പക്കാരെ, റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്ന കാരണവന്മാരെ, സുബ്ഹിന്റെ സമയത്ത് കിടന്നുറങ്ങല്ല കേട്ടോ, നിസ്കാരം ഖലാക്കല്ല കേട്ടോ. അള്ളാന്റെ റസൂലിന് അത്ര പ്രിയപ്പെട്ട മറ്റൊരു സംഗതിയില്ല. എന്നിട്ട് അഥവാ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? എനിക്കൊരു 2 റകഅത്ത് നിസ്കരിക്കാൻ അവസരം തരണം. അതേ കാരണം അത് അല്ലാഹുമായുള്ള സംഭാഷണമാണ്. പോരാ, ആ സംഭാഷണത്തിലല്ലേ പ്രിയപ്പെട്ട നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈമാനുള്ളവര് വിളിക്കുന്നത്? ആ നിസ്കാരത്തിലല്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. മനസ്സിൽ താലോറ്റം, അതേ മനസ്സിൽ താലോലിച്ച് പോറ്റി, മനസ്സിൽ അതാ പൂർണ്ണമായി വെച്ച് നിൽക്കുന്ന നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ വിളിച്ചിട്ട് സമാധാനത്തിന്റെ സന്ദേശം പറയുന്ന കർമ്മമല്ലേ നിസ്കാരം? അല്ലാഹുവോടുള്ള സംഭാഷണം, നേതാവിനെ വിളിച്ച് സമാധാനത്തിന്റെ സന്ദേശം പറയുന്ന പ്രവർത്തനം, അതല്ലേ നിസ്കാരം. ആ നിസ്കാരത്തിന് സമയം തരണേ. 2 റകഅത്ത് നിസ്കരിക്കാൻ അവസരം കൊടുത്തു. ഖുബൈബ് റളിയല്ലാഹു അൻഹു 2 റകഅത്ത് വളരെ പെട്ടെന്ന് നിസ്കരിച്ചു. നിസ്കരിച്ചതിന് ശേഷം ശത്രുക്കളോട് പറഞ്ഞു, ലൗലാ തസ്ബൂ അന്നമാ ബി ജസഉൽ ലസിത്തു. ഖുബൈബിന് മരിക്കാൻ വലിയ പേടിയാണെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടാകും. അത് ഭയപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് നിസ്കരിച്ചത്. എനിക്ക് നിസ്കരിച്ചിട്ട് എന്റെ ആശ തീർന്നിട്ടില്ല. എന്റെ റബ്ബിനോട് സംഭാഷണം നടത്തിയിട്ട്, എന്റെ ഹബീബായ നബിക്ക് സലാം പറഞ്ഞിട്ട് എനിക്ക് എന്റെ ആശ തീർന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ പറയും ഖുബൈബ് നീട്ടി നിസ്കരിച്ച്, കുറെ നിസ്കരിച്ച് നേരം പോക്കുന്നത് മരണം പേടിച്ചിട്ടാണ് എന്ന് പറയും. എനിക്ക് മരണം ഒരു വിഷയമല്ല. അതേ, അല്ലാഹുമ്മ അഹ്സിഹിം മദദാ വഖ്തുൽഹും മദദാ വലാ തുബ്ഖി മിൻഹും അഹദാ. ഇവരെയൊക്കെ കണക്ക് നീ വെച്ചോ അല്ലാഹ്. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അകന്നു നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ച്
എന്നെ കൊല്ലുന്ന ഇവരെ കണക്ക് നീ സൂക്ഷിച്ചു വെച്ചോ അല്ലാ. എന്റെ ഹബീബായ നബിക്ക് ബല്ലിഗ് അന്നീ നബിയക സലാം, എന്റെ പ്രിയപ്പെട്ട നബിക്ക് എന്റെ സലാം നീ എത്തിച്ചു കൊടുക്കുക അല്ലാ. അതെ, നിങ്ങൾ എന്നെ കൊല്ലുന്നത് എനിക്ക് പ്രശ്നമല്ല. എന്റെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞ ഖൽബ്, എന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞ മനസ്സ്, എന്റെ മനസ്സ് അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിഞ്ഞ മനസ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് മരണം പ്രശ്നമല്ല. ولست بالين أقتل مسلما على أي شق كان لله مصرعي وذلك في ذات الإله وإن يشاء يبارك على أوصال سلو ممزعي. എന്നെ കഷ്ടം കഷ്ടമാക്കി നുറുക്കിയിട്ട് എന്റെ മാംസത്തിന്റെ തുണ്ടങ്ങൾ നിങ്ങൾ ലോകമൊട്ടാകെ വിതറിയാലും എനിക്ക് അല്ലാഹുവിന്റെ ദാത്തിന് വേണ്ടി മരിക്കുന്നത് പ്രശ്നമല്ല. എനിക്ക് ബർക്കത്ത് ചെയ്യാനും ഗുണം തരാനും കഴിവുള്ള രാജാവിന് വേണ്ടിയുള്ള മരണമല്ലേ, എനിക്കത് പ്രശ്നമല്ല. ഖുബൈബ് റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, സഹോദരന്മാരെ, ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം, ഖൽബ് അല്ലാഹുവിന്റെ റസൂലിലേക്ക് തിരിയണം. അവിടെയാണ് ഈമാൻ, ശരിയായ ഈമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈമാൻ. ഫല്ലദീന ആമനൂ ബിഹി, നബിയിൽ വിശ്വസിച്ചവർ, നബിയെ ബഹുമാനിച്ചവർ എന്നാണ് ബാക്കി. ഇൻഷാ അല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാളെ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഇഖ്ലാസോടെ 10 സ്വലാത്ത് ചൊല്ലണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനേ. സിറാജുൽ ഹുദയുടെ കീഴിൽ അൽഹംദുലില്ലാഹ് ഹിഫ്ദ് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനം കുറ്റ്യാടിയിലുണ്ട്. വളരെ പാവപ്പെട്ട ഉറുദുക്കാരായ വളരെ സാധുക്കളായ മക്കൾക്ക് ഭൗതികവും ആത്മീയമായ പഠനം നൽകുന്ന ഉറുദു കോളേജുണ്ട്. ദേവാ കോളേജിൽ PG എടുത്ത പ്രഗത്ഭനായ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സ്ഥാപിച്ച ദേവാ കോളേജുണ്ട്. ഇന്നും അൽഹംദുലില്ലാഹ് മർക്കസു സഖാഫത്തി സുന്നിയിലടക്കം വലിയ വലിയ സ്ഥാപനങ്ങളിൽ സിറാജുൽ ഹുദയിൽ നിന്ന് പഠിച്ച് വളർന്ന് മർക്കസിലും അതുപോലെ മറ്റു ചില സ്ഥലങ്ങളിലും പോയി ബിരുദമെടുത്ത് ഇപ്പോൾ മർക്കസിലടക്കം ദർസ് നടത്തുന്ന മുദരിസുമാർ സിറാജുൽ ഹുദയുടെ സന്തതികളായി ശരീഅത്ത് കോളേജിൽ പഠിച്ച ആളുകൾ ഉണ്ട്. അൽഹംദുലില്ലാഹ് നാം ആ സ്ഥാപനങ്ങളുടെ കീഴിൽ 19ഓളം പള്ളികളും 25ഓളം മദ്രസകളും അതിൻ്റെ പുറമെ ഈ പാറക്കടവിൽ അഗതികളെയും അനാഥകളെയും സംരക്ഷിക്കുന്ന സ്ഥാപനവും അതുപോലെ ദർസും അതുപോലെ അൽഹംദുലില്ലാഹ് വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പല സ്ഥലത്തുമുണ്ട്. ഇന്ന് ഞാൻ 4 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പോയി കുട്ടികൾക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ മുഴുവനുമായി നടന്ന വലിയ പരീക്ഷയിൽ 3ാം റാങ്ക് കുറ്റ്യാടി സിറാജുൽ ഹുദ സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. പാറക്കടവിലെ കുട്ടികൾ ഒരുപാട് വിജയങ്ങൾ വാരിക്കോരി വാങ്ങിയതിന് ഇന്നവർക്ക് രാവിലെ പോയി അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നാദാപുരത്ത് വലിയ വിജയം അള്ളാഹു തന്നിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ മദ്രസയിലെ കുട്ടികളിൽ 1ാം റാങ്ക് കേരളത്തിൽ വാങ്ങിയത് നമ്മുടെ കുട്ടികളാണ്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും തൂവക്കുന്നിലും കൈനാട്ടിയിലും പേരാമ്പ്രയിലും അതുപോലെ മേപ്പയ്യൂരിലുമൊക്കെ നമ്മുടെ കുട്ടികൾ അൽഹംദുലില്ലാഹ് വലിയ വിജയങ്ങൾ കൊയ്തിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. SSLC പരീക്ഷയിൽ കഴിഞ്ഞ വർഷം 64% ഡിസ്റ്റിങ്ഷനും 36% ഫസ്റ്റ് ക്ലാസ്സുമായി നമ്മുടെ കുട്ടികൾ മുഴുവനും വിജയിച്ചിട്ടുണ്ട് നാദാപുരം ദാറുൽ ഹുദയിൽ. അല്ലാഹു ഈ കൊല്ലവും നല്ല വിജയങ്ങൾ നൽകുമാറാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത് ആ മഹത്തായ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഈ പാറക്കടവിൽ നടക്കുന്ന നിരവധി സംരംഭങ്ങളുണ്ട്. അതിനൊക്കെ നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം. ഇപ്പം നിങ്ങളോട് പിരിവൊന്നും എടുക്കുന്നില്ല. നാളെ വരുമ്പോൾ നല്ല സംഭാവനകൾ എല്ലാവരും കൊണ്ടുവരണം. അതിൻ്റെ പുറമേ ഞാൻ നാദാപുരത്ത് വയല് പറയുമ്പോൾ പറഞ്ഞിരുന്നു, നാദാപുരത്ത് സ്ഥലം എടുത്ത വകയിൽ 70 ലക്ഷം റുപ്യോളം കടമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്ഥലത്തിന് പൈസ തരണമെന്ന് പറഞ്ഞ് ഞാൻ നാദാപുരത്തെ വയലിൽ പറഞ്ഞപ്പോൾ ഒരാൾ 200 സ്ക്വയർ ഫീറ്റ് 1 ലക്ഷം ഉറുപ്പിക അദ്ദേഹം ഏറ്റെടുത്തു. വേറൊരാൾ 100 സ്ക്വയർ ഫീറ്റ് പറഞ്ഞു. അങ്ങനെ പലരും 10ഉം 100ഉം 1ഉം ഒക്കെ പറഞ്ഞു. പലരും തന്നു. നാദാപുരത്തെ വയലിൽ പറഞ്ഞപ്പോൾ തന്നു. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാണ്, ഇവിടെ പാറക്കടവിൽ സ്ഥലം എടുത്ത വകയിൽ സുബ്ഹാനല്ലാഹ് 10 ലക്ഷം റുപ്യൻ്റെ മേലെ ഇവിടെയുണ്ട് കടം.
അതിന് നാളെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആ സ്ഥലത്തിൻ്റെ കടം നിർബന്ധമായിട്ട് വീട്ടിൽ തരണം നാളെ. കാരണം എനിക്കിങ്ങനെ കുറേ കടവും തലയിലാക്കിയിട്ട് പോകാനാവില്ല. ഞാൻ എൻ്റെ വീട്ടിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും കടം വാങ്ങിയിട്ടില്ല, അത് അള്ളാഹു അറിയും. അള്ളാഹുവിൻ്റെ ഖജനാവ് വളരെ വിശാലമാണ്. പക്ഷേ 2 കോടി ഉറുപ്പികയിലധികം സിറാജുൽ ഹുദയുടെ കമ്മിറ്റിക്ക് കടമുണ്ട്. ഇത്ര അധികം ഇങ്ങനെ കടം വന്നു വെച്ചാൽ പല സ്ഥലത്തും സ്ഥലം വാങ്ങിയിട്ട് വന്ന കടമാണ്. സ്ഥലം എന്ന് പറയുന്നത് പിന്നെ കിട്ടൂല, അപ്പം വാങ്ങിയിട്ടില്ലെങ്കിൽ കടം കിട്ടൂല. നിങ്ങൾക്കൊരു തമാശ കേൾക്കണോ? ഇന്ന് ഞാൻ വടകര സാധാപുരത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചെന്നപ്പോൾ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞ് കുറേ ദൂരെ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് എന്നോട് പറഞ്ഞു 300 ഏക്കർ സ്ഥലം വിൽക്കുന്നുണ്ട്, നിർബന്ധമായിട്ട് നമുക്ക് വാങ്ങണമെന്ന്. സുബ്ഹാനല്ലാഹ്, ഈ 2 കോടി ഉറുപ്പിക തലയിൽ കടമുള്ള ഞാൻ പിന്നെ 300 ഏക്കർ സ്ഥലമുണ്ട്, അത് നിങ്ങൾ വാങ്ങണോ, നമുക്ക് വലിയൊരു സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു എന്നോട്. ഞാനിങ്ങനെ വിചാരിച്ചു ആൾക്കാർക്ക് എന്ത് മനസ്സിലായി, ഇത് എൻ്റെ തലയിൽ ഇങ്ങനെ കയറ്റിങ്ങനെ നടക്കുകയല്ലേ. അതുകൊണ്ട് ഞാൻ പറയാണ്, പാറക്കടവിൽ വലിയൊന്നും വേണ്ട, 1 സെൻറ്റ് നമ്മൾ വാങ്ങിയിരുന്നത് 7,500 റുപ്യ അല്ലേ, 7,500 റുപ്യയായിട്ടാണ് വാങ്ങിയത്. ഇപ്പം അത് 7,500 റുപ്യക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായിരുന്നാലും 7,500 റുപ്യ 1 സെൻറ്റിന് വരും. അങ്ങനത്തെ സെൻറ്റ് ഒരു 10 സെൻറ്റ് ഒരാൾ, ഒരു 10 സെൻറ്റ് വേറൊരാൾ 25 സെൻറ്റ് അങ്ങനെയൊക്കെ തന്നാൽ അൽഹംദുലില്ലാ നമ്മളെ സ്ഥലത്തിൻ്റെ കടം നാളെ കൊണ്ട് വീട്ടാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹസാണ്, നിങ്ങൾ ആ കടം വീട്ടണം. അൽഹംദുലില്ലാ വലിയൊരു ബിൽഡിംഗ്, ഏകദേശം 1 കോടി ഉറുപ്പിക ചിലവുള്ള ഒരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ പരിപാടി നിശ്ചയിച്ച് വിപുലമായ ഉദ്ഘാടന പരിപാടി നടത്തണം. അതിന് മുമ്പ് ഈ കടം, സ്ഥലത്തിൻ്റെ കടം നിങ്ങളെല്ലാവരും കൂടി വീട്ടിൽ തരണം. ഞാൻ അബൂക്കറാജി അടക്കം അമീൻ സാഹിബ് അടക്കം ഒരാളോട് ഇത് പറഞ്ഞിട്ടില്ല, ഇപ്പം ആദ്യമായിട്ട് പറയാണ്. കാരണം ഇത് വീട്ടണം, അത് നിർബന്ധമായിട്ട് വീട്ടണം, ഇങ്ങനെ കടവായിട്ട് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാളെ ഓരോരുത്തർ എൻ്റെ വകയിൽ വഖഫായിട്ട്, ചിലർ തന്നവരുണ്ട്, കുറഞ്ഞ സ്ഥലങ്ങൾ 5 സെൻറ്റ് 10 സെൻറ്റ് കുറഞ്ഞത് തന്നവരുണ്ട്, അവർക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകട്ടെ. അതിൽ മരിച്ചുപോയവരും തന്നവരുണ്ട്, അല്ലാഹു അവരുടെ ഖബറിൽ അതിന് പ്രതിഫലം നൽകട്ടെ. കുറച്ച് തന്നവരുണ്ട്, അവർ വിചാരിക്കേണ്ട ഞങ്ങളോട് മുമ്പ് ഒരിക്കലും വാങ്ങിയിരുന്നല്ലോ എന്ന് അവർക്ക് തോന്നണ്ട. അത് തന്ന ലീസ്റ്റൊക്കെ നമ്മളെടുത്തുണ്ട്, അത് ചുരുങ്ങിയതേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ പോകാൻ നമുക്ക് നേരെയില്ലാത്തതുകൊണ്ടാണ്, തരാത്തതുകൊണ്ടല്ല. പാറക്കടവ് ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടാണ് തരാണ്ടൊന്നും ഇത് തരുന്നില്ല. പക്ഷേ പോകാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ്, എനിക്ക് തന്നെയും സമയമില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ നാളെ വളരെ ആത്മാർത്ഥമായി ആ സ്ഥലത്തിൻ്റെ കടം വീട്ടാൻ വേണ്ടി അവരവർ കൊണ്ട് കഴിയുന്നത് സ്ത്രീകളും പുരുഷന്മാരൊക്കെ സഹകരിച്ച് നമുക്ക് ഇക്കൊല്ലം അതിൻ്റെ കടം വീട്ടണം എന്നുകൂടി ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മലവുൽ അബ്ദുൾ റസാഖ് ബാംഗ്ലൂരിൽ ഐസിയുവിലാണ്, സുഖമില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഇന്ന് സൗദി അറേബ്യയിൽ നിന്ന്, റിയാദിൽ നിന്ന്, പല സ്ഥലത്തും ഇന്ന് നേരം വെളുത്തതിന് ശേഷം വിളിച്ചിട്ട് ദ്വാരക്കാൻ വേണ്ടി പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ പലരുണ്ട്. പുല്ലൂക്കരക്കടുത്തുള്ള ഒരു പെണ്ണ്, ഒരു സ്ത്രീ വിളിച്ചിട്ട് അവരുടെ ഭർത്താവിന് എന്തോ ബിസിനസ്സാണ്, പക്ഷേ പെട്ടെന്ന് അറബി വന്നിട്ട് 1.5 ലക്ഷം ദിർഹം ഇപ്പം തരണോ അല്ലെങ്കിൽ പീഡിയ കാലിയാക്കണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിട്ട് വിളിച്ച് പറഞ്ഞു, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ഹൈറായ വഴി നൽകണം റഹ്മാനെ. വേറൊരാൾ അത് റിയാദിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പീഡിയയിൽ ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് വന്ന് കയറി, അപ്പം തന്നെ പോലീസുകാരും വന്ന് ഇയാളെയും പിടിച്ചുകൊണ്ടുപോയി, പെണ്ണിനെയും പിടിച്ചുകൊണ്ടുപോയി. ഒരു തെറ്റും അയാൾ ചെയ്തിട്ട് അയാൾ കച്ചവടം ചെയ്യാനിരിക്കുകയാണ്. ഈ സ്ത്രീ തന്നെ പറഞ്ഞു ഞാൻ അവിടെ സാധനം വാങ്ങാൻ വേണ്ടി ചെന്നാണ്, എന്നിട്ടും പോലീസുകാർ വിടുന്നില്ല, ജയിലിൻ്റെ ഉള്ളിലുണ്ട്, രക്ഷപ്പെടാൻ വേണ്ടി ദ്വാരക്കണം. അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. മഈശത്തിന് വേണ്ടി, കുടുംബം പോറ്റാൻ വേണ്ടി എത്രയോ കിലോമീറ്റർ അകല അധ്വാനിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ സഹോദരന്മാർ എന്തെല്ലാം പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ, നിന്റെ കാവൽ നൽകണം റഹ്മാനെ. അങ്ങനെ തുടങ്ങിയിട്ട് 100 പ്രശ്നങ്ങൾക്ക് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. നിങ്ങളൊക്കെ 10 സ്വലാത്തിൽ നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾ മജ്ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കണം റഹ്മാനെ.